എൻ്റെ മക്കൾ എപ്പോഴും ചെയ്യേണ്ടത്, ഉടമ്പടിയിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയത്തെക്കാൾ എൻ്റെ വിശ്വാസത്തെ ഞാൻ മുകളിലാക്കുന്നുണ്ടോ എന്ന് നോക്കണം. മുകളിലാക്കണത് എങ്ങനെയാണ്? മുകളിലാക്കുന്നത് വിശ്വാസത്തെക്കാൾ, ഇപ്പം ജോബ് വിഷയത്തെക്കാൾ അവൻ്റെ വിശ്വാസം മുകളിലാക്കി. അവനെന്താ ചെയ്തിരിക്കണത്? തലമുണ്ടനം ചെയ്തോടനെ. മനുഷ്യൻ്റെ തലമുടി അറിയാമല്ലോ, അവൻ്റെ ഭംഗിയും അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ ഔന്നത്യവും ഒക്കെ കുറേയൊക്കെ തലമുടികളിലാണ് ഇരിക്കുന്നത്. അവൻ ഷവരം ചെയ്ത് കളഞ്ഞ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഷവരം ചെയ്ത് കളയണതെന്ന് അറിയണം. രണ്ടാമത് അവൻ ചെയ്യണത് എന്താണ്? മനുഷ്യൻ്റെ പിന്നെ ഔന്നത്യമുള്ളത് എവിടെയാണ്? അവൻ്റെ വസ്ത്രമാണ്. അവൻ്റെ വസ്ത്രം. നമ്മളിപ്പോഴേ മലയാളികൾ എന്താ പറയണത്? ചത്ത് കിടന്നാലും ചവഞ്ഞ് കിടക്കണം. നമ്മളങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. വീട്ടിലെ പട്ടിണി പുറത്തറിയിക്കത്തില്ല. നമ്മൾ പുറത്ത് നല്ല ഡീസൻ്റായിട്ട് തന്നെ ജീവിക്കും. കർത്താവിൻ്റെ ഇഷ്ടമാണത്, കർത്താവിൻ്റെ പോളിസിയാണത്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് പോയി കുളിക്കുക, നല്ല സുഗന്ധം പൂശുക, മുടിയിലെ മുഖം കഴുകുക, എണ്ണ തേക്കുക, സ്മാർട്ടായിട്ട് നടക്കാൻ പറയും. കൈയടിച്ച് കർത്താവ് ശരി. അത് വളരെ ജീസസ് നല്ല സ്മാർട്ട് ജീസസാണ്. ആ കാഴ്ചപ്പാടൊക്കെ എന്ത് സ്മാർട്ടാ കാഴ്ചപ്പാട്. അല്ല, അലവരാതിയായിട്ട് നടക്കരുതെന്നാണ്, സ്മാർട്ടായിട്ട് നടക്കണം. വേറെ നാട്ടുകാരെ അറിയിക്കേണ്ട, നിങ്ങളുടെ ആവശ്യത നാട്ടുകാരെ അറിയിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ പക്ഷേ നമുക്കൊന്ന് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരണം. നമ്മുടെ ശക്തി കൊണ്ട് ഇപ്പോഴത്തെ ഈ പരീക്ഷണം അതിജീവിക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടാൽ ദൈവത്തിൻ്റെ ശക്തി വരാനുള്ളൊരു മാർഗം എന്താ? നമ്മൾ എളിമപ്പെടുകയാണ്. ഈ നിബന്ധനയുടെയൊക്കെ ഉദ്ദേശം അതാണ്. നിബന്ധനകളുടെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ എളിമപ്പെടുത്തുക. ഇപ്പം ജോബ് എന്താ ചെയ്തത്? വസ്ത്രം വലിച്ചു കീറി. അപ്പം വിലക്ഷണമായ വസ്ത്രം വലിച്ചു കീറിയാൽ അറിയാമല്ലോ, പിറ്റേ ദിവസം പോയി വേറെ ഇടാൻ പറ്റത്തില്ല. ആ കീറിയ വസ്ത്രം കൊണ്ട് ആ ഉപവാസകാലം മുഴുവൻ നടക്കണം. ആ കീറിയ വസ്ത്രം കൊണ്ട് അതാണ് മനുഷ്യൻ്റെ മുമ്പിൽ എളിമപ്പെടും, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടും. നമുക്ക് വസ്ത്രം കീറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കോർക്കും, അല്ല, ഈശോ തന്നെ ഉടമ്പടി ചെയ്യാൻ നേരത്തെ എന്താ ചെയ്തത്? വസ്ത്രത്തിലാണ് ആദ്യം തൊട്ടത്. തൻ്റെ മേലങ്കി ഊരി മാറ്റി, ഇല്ലേ? എന്നിട്ട് വേറെ ഒരു ദാസൻ്റെ വസ്ത്രമെടുത്ത് ധരിച്ചു. മേലങ്കി മാറ്റിയിട്ട് അരക്കച്ച കെട്ടി ദാസൻ്റെ വേഷം ധരിച്ചു. അപ്പോൾ ഉടമ്പടി എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ എളിമയുടെ ഒരു കണ്ടന്റ് എൻ്റെ തൊണ്ട്. ഇപ്പം യോഹന്നാൻ 13:13 അവൻ മേലങ്കി അഴിച്ചു, ദാസൻ്റെ വേഷം ധരിച്ചു. ദൈവം ഇടപെടുന്നതിന് മുമ്പ് ദൈവികമായ ഇടപെടലാണ്. ഇനി അടുത്ത സംഭവം എന്താണ്? ദിസ് ഈസ് മൈ ബോഡി എന്ന് ഈശോ പറയും. ഇതെൻ്റെ ശരീരം ആകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ദൈവികമായ സാന്നിധ്യം വെച്ചുകൊണ്ട് ലോകത്തിന് അവൻ്റെ സാന്നിധ്യം പ്രദാനം ചെയ്യുന്ന മുമ്പ് അവൻ വസ്ത്രമഴിച്ചു മാറ്റിയിരുന്നു. ദൈവത്തിരുസന്നിധിയിൽ ഈശോ എന്തുമാത്രം നാളെ വസ്ത്രം മൊത്തം അഴിച്ചിട്ട് വസ്ത്രം അവർ കീറി പങ്കിട്ടെടുക്കും. യഥാർത്ഥ ഉടമ്പടിയുടെ സമയത്ത് അവൻ്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് 4 പേരെടുക്കും. അതെന്താ? ഉടമ്പടിയുടെ ഭാഗമാണ്. വസ്ത്രം അഴിക്കുക, വസ്ത്രം കീറുക, കീറി പങ്കിടുക എന്നൊക്കെ വെച്ചാൽ അവൻ ദാസനായി മരണത്തോളം തന്നെ താഴ്ത്തി, അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. കൈ അടുത്ത് കിടന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ
പരമത്തിന്റെ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാമത് ജോബ് എന്നാ ചെയ്തത്? ജോബ് 1-ാം അധ്യായം 20, 21, 22 വചനങ്ങളാണ് അച്ഛൻ പറയണത് അല്ലേ. തകർച്ചയുടെ സമയത്ത് മൂന്നാമതായി ജോബ് എന്നാ ചെയ്തത്? സാഷ്ടാംഗം വീണു. അത് മനുഷ്യൻ്റെ മുമ്പിലും ആകാം, ദൈവത്തിന് മുമ്പിലാകാം. ഉദ്ദേശമല്ല, ഒന്ന് മാത്രമാണ്. സാഷ്ടാംഗം വീണാലും തലമുണ്ടനം ചെയ്താലും വസ്ത്രം കീറിയാലും ഉദ്ദേശം എന്താ? അതെല്ലാം ഒരു മാർഗമാണ്. മനസ്സിലായില്ലേ? സാഷ്ടാംഗം വീണത് ഒരു മാർഗം, പ്രാർത്ഥനയും ഒരു മാർഗമാണ്, ആരാധനയും ഒരു മാർഗമാണ്, തലമുണ്ടനം ചെയ്യണതും ഒരു മാർഗമാണ്, വസ്ത്രം കീറുന്നതും ഒരു മാർഗമാണ്. നമ്മുടെ ഔന്നത്യങ്ങളെല്ലാം നിലപാടുകളെല്ലാം നമ്മുടെ സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിരുസ്ഥനിൽ അഴിച്ചു മാറ്റുകയാണ്. എന്താ? നമ്മൾക്ക് ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ ഇനി മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഈ നിബന്ധനകളുടെ ഉദ്ദേശം എന്താണ്? എളിമപ്പെടുത്തുക. അതാണ് ജോബ് വീണ്ടും. എന്തുകൊണ്ട് ജോബ് തലമുണ്ടനം ചെയ്തു? എന്തുകൊണ്ട് ജോബ് വസ്ത്രം കീറി? എന്തുകൊണ്ട് ജോബ് സാഷ്ടാംഗം വീണു എന്ന് പറയുന്നുണ്ട്. എവിടെ പറയണത്? അത് 22-ാം അധ്യായം 23-ാമത്തെ വാക്യം. ജോബ് 22-23. സർവശക്തൻ്റെ സന്നിധാനത്തിലേക്ക് തിരിച്ചു വരികയും, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമാണ് നിബന്ധനകളെല്ലാം. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണല്ലോ നമുക്ക് തകർച്ചയും രോഗവും വിഷമവും ദുരന്തവും ഒക്കെ ഉണ്ടാവണത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴല്ലേ തിരിച്ചു വരണ്ടേ? അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയാണ് ജോബ് തലമുണ്ടനം ചെയ്തത്. തലമുണ്ടനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? സർവശക്തൻ്റെ സന്നിധാനത്തിലേക്ക്. ഏറ്റു പറഞ്ഞേ, സർവശക്തന്റെ സന്നിധിയിലേക്ക്. ജോബ് 22-23. സർവശക്തന്റെ സന്നിധാനത്തിലേക്ക്, സർവശക്തന്റെ സന്നിധാനത്തിലേക്ക് തിരിച്ചു വരികയും. അപ്പം നിങ്ങളുടെ നിബന്ധന പ്രകാരമുള്ള ഉപവാസങ്ങളില്ലേ, എന്താ ഉദ്ദേശിക്കണത്? കർത്താവിൻ്റെ തിരുസന്നിധാനത്തിലേക്ക് തിരിച്ചു വരിക, കർത്താവിനോട് അടുത്ത് വരിക, തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ. അതല്ല ഞാൻ പറഞ്ഞത്. പത്രം അവരവർ വാങ്ങിക്കണം, അവരവർ തന്നെ വിതരണം ചെയ്യണം. നിങ്ങൾ വാദ്യരാണെങ്കിലും കളക്ടറാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഉടമ്പടി ചെയ്ത് നിങ്ങൾ തന്നെ പത്രം വാങ്ങിച്ച് നിങ്ങൾ തന്നെ വിതരണം ചെയ്യണം. എന്താ ഉദ്ദേശം? എന്താ? നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ വരുന്ന പള്ളികളിൽ നിങ്ങൾ നിന്ന് പത്രം കൊടുക്കും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? എളിമപ്പെട്ടിരിക്കും. അതാണ്. എന്തിനാണ്? നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ പള്ളി പത്രം തീർന്നു കഴിയുമ്പോൾ, എല്ലാവരും കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങും. കിട്ടാത്ത വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. എന്താ കാര്യം? ഈശോ, ഈ ടീച്ചറിന് വന്നൊരു ഗതികേടെ പണ്ടത്തെ പാപമായിരിക്കും. നാട്ടുകാരെന്തെങ്കിലും തോന്നിയ ദിവസം പറയും, പറഞ്ഞില്ലാണ് കുഴപ്പം. നാട്ടുകാരെന്തെങ്കിലും നാട്ടുകാർ തോന്നിയ ദിവസം പറയുമ്പോൾ നമ്മൾ സ്തുതിക്കണം. എന്താ കാര്യം? അവർ പറയണം. പറയുമ്പോഴെന്താ പ്രശ്നം? അവരെ ആശീർവദിക്കാനും അവരോട് ക്ഷമിക്കാനും നമുക്ക് വീണ്ടും അനുഗ്രഹത്തിൻ്റെ ഒരവസരം കിട്ടുകയാണ്. മനസ്സിലായോ? അതൊക്കെ അത് ജ്ഞാനവരെ ഉണ്ടെങ്കിൽ ആണ് അതൊക്കെ ആഘോഷിക്കുന്നത്. മറ്റുള്ളവരുണ്ട് നമുക്ക് തരുന്ന അപമാനങ്ങളെല്ലാം ദൈവപൈതലിന് ആന്തരികമായ ആഘോഷമായിരിക്കും. മനസ്സിലായില്ലേ? ദൈവപൈതലായിരിക്കണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. അപ്പോൾ നിൻ്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റുമെങ്കിൽ, അപ്പോൾ ഇതാ തലമുണ്ടനം ചെയ്താലും അതേസമയം തന്നെ മേലങ്കി വലിച്ചു കീറിയാലും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതി അകറ്റണം. ചുമ്മാ അനീതിയല്ല, പലതരത്തിൽ അനീതി കാണിക്കത്തില്ലേ? അതിൻ്റെ മക്കളെ, ഈ ഉടമ്പടി കാലം നിങ്ങൾ ആരോടെ ഉടമ്പടി ചെയ്തിരിക്കണത്? കർത്താവിനോട് നേരിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ അമ്മയാ വഴിയാ ചെയ്തിരിക്കണേ. അതാണ് മരിയൻ ഉടമ്പടി. അപ്പോഴെന്നെ അനീതി അകറ്റണമെന്ന്. അതുകൊണ്ട് സഖ്യപുസ്തകം എന്താ പറയണത്? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അനീതിയല്ലേ? 4 ഇരട്ടിയായി
തിരികെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ തന്നെ എനിക്കിവിടെ വരാൻ സാധിച്ചതിനും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനും അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിയോണ ഷാജൻ. ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 6-ാം തീയതി 2023 ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് +2 കഴിഞ്ഞ് വിദേശത്ത് പോയി പഠിക്കണമായിരുന്നു. അപ്പം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കടമ്പ എന്ന് പറയുന്നത് IELTS ആണ്. അപ്പം IELTS എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് എങ്ങനെയും പുറത്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ IELTS എനിക്കൊരു മാസം ടൈമുണ്ട്, കോച്ചിങ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചിരുന്നു. തൈലം, ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. പിന്നെ ഉപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. പിന്നെ എന്താ പറയുക, മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇപ്പോഴും എൻ്റെ ഷർട്ടുമ്മേ ഞാൻ പിൻ ചെയ്തിട്ടാണ് എപ്പോഴും പോയിരുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു, 1 മാസം കൊണ്ടൊന്നും IELTS ആർക്കും പാസ്സാവാനൊന്നും പറ്റില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല എന്തായാലും എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ അത് പാസ്സായി. വളരെ നല്ല മാർക്കോട് കൂടി എനിക്കത് പാസ്സാവാൻ പറ്റി. അത് മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എപ്പോഴും കൊന്തെത്തിക്കും. എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും ഞാൻ കൊന്തെത്തിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലും. പിന്നെ എക്സാം എഴുതാൻ പോയപ്പോഴാണെങ്കിൽ പോലും അമ്മ വിളിച്ച് പറയും, നീ തൈലം പുരട്ടിയിട്ട് വേണം പോവാന്ന് പറയും. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ടായിരിക്കും നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ പോവും. അങ്ങനെ ഞാൻ IELTS പാസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ എനിക്ക് ഫുൾ കഷ്ടപ്പാടുകൾ വന്നത്. ഞാൻ ആദ്യം ട്രൈ ചെയ്ത രാജ്യം എന്ന് പറയുന്നത് കാനഡയായിരുന്നു. പിന്നെ ന്യൂസിലാൻഡ് ട്രൈ ചെയ്തു, സിംഗപ്പൂർ ട്രൈ ചെയ്തു. എല്ലാം എനിക്ക് എന്താ പറയുക, അഡ്മിഷൻ കിട്ടും, പക്ഷേ ലോണിൻ്റെ ഇതെത്തുമ്പോൾ എല്ലാം പോവും. എന്ന് വെച്ചാൽ പൈസ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ പൈസ എന്ന് പറയുന്ന സംഭവം ഇല്ല. ഞങ്ങൾ അത്രയ്ക്കും അധപതിച്ച് നിൽക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. സിംഗപ്പൂരായിരുന്നു എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇനി ട്രൈ ചെയ്യണോ, നമുക്ക് ഇവിടെ തന്നെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, എന്തായാലും നീ കാല് മുമ്പോട്ട് വെച്ചു, ഇനി അത് നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. നീ ഒരു കാര്യം ചെയ്യ്, നീ USA ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണ്. പിന്നെ പോരാത്തതിന് എന്താ പറയുക, അത്രയ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയ്ക്കും പൈസ ഉള്ളവരാണ് അങ്ങോട്ട് പോവുക. പക്ഷെ ഞങ്ങളുടെ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ US ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പോഴും എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലൊരു ആരാധനാലയമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, കുരിശിൻ്റെ വഴി ചൊല്ലും. കുരിശിൻ്റെ വഴി ഞാൻ മുടക്കിയിരുന്നില്ല. എന്താ പറയുക, അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഈ കുരിശിൻ്റെ വഴി എപ്പോഴും ചൊല്ലണം കേട്ടോ. അപ്പോൾ ഞാൻ കുരിശിൻ്റെ വഴിയും ചൊല്ലും. പിന്നെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഞാൻ കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അതെനിക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ധൈര്യം എനിക്ക് തരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിസ ഇൻ്റർവ്യൂ ആണ് അടുത്ത കടമ്പ. അപ്പോൾ അന്ന് ഞാനും പപ്പയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് അന്ന് രാത്രി കിടന്നുറങ്ങണ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇതെങ്കിലും എനിക്കൊന്ന് പാസ്സാക്കി തരണം. എനിക്കിനി വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യ, അല്ലെങ്കിലോ കുറേ പൈസ അവർ ചിലവാക്കി, എനിക്കിനി പറ്റില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന്. അന്ന് ഞാൻ 3 മണി സമയത്ത് എത്തിക്കുന്ന പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേക ഒരു പവറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മണിക്ക് എനിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ കൊന്ത ചൊല്ലിയിരുന്ന് പ്രാർത്ഥിച്ചു. അത് ഞാൻ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണ സമയത്ത് മാതാവും ഈശോയും, ഞാൻ വിസ ഇൻ്റർവ്യൂവിന് ആൻസേഴ്സ് പറയുന്ന സമയത്ത് മാതാവ് ഈശോയും ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നൊരു സംഭവമാണ് ഞാൻ കാണുന്നത്. അത് കണ്ടതും ഞാൻ പെട്ടെന്ന് എനിറ്റു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എനിച്ചപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു കേട്ടോ, അങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അപ്പം എന്തായാലും നീ പാസ്സാവും എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ഞാൻ വിസ ഇൻ്റർവ്യൂവിന് പോയി. വിസ ഇൻ്റർവ്യൂവിന് നിൽക്കുന്ന സമയത്ത് മിക്ക പിള്ളേരും റിജക്റ്റായി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ പോരാത്തതിനാണെങ്കിൽ എൻ്റെ വിസ ഇൻ്റർവ്യൂവർ ഭയങ്കര കർക്കശക്കാരിയാണ്, എല്ലാവരും റിജക്റ്റാക്കി വിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നു. ആ സമയത്താണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ മാതാവുണ്ട്. എൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം മാതാവിനെ. എന്നിട്ട് ഞാൻ മാതാവേ നിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് വിസ ഇൻ്റർവ്യൂവിന്. വിസ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. എന്താ പറഞ്ഞത് എനിക്കറിയില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു വിസ അപ്രൂവ്ഡായി. അത് കേട്ടതും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ കരഞ്ഞു. കാരണം മിക്കവരും സ്വപ്നം കാണുന്നൊരു രാജ്യം, ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒട്ടും എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു രാജ്യം, ഞങ്ങൾ ഇതുവരെ സ്വപ്നം കാണാത്തൊരു രാജ്യം. അപ്പോൾ പെട്ടെന്ന് അത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ നിനക്കിത് എങ്ങനെ കിട്ടിയതായിരുന്നു പപ്പയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിനക്കിതെങ്ങനെ കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പപ്പ, ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് എൻ്റെ വിസ ശരിക്കും 2 വീക്കിനുള്ളിൽ വീട്ടിലെത്തണം. പക്ഷെ എൻ്റെ വിസ എത്തിയിട്ടില്ല. പാസ്പോർട്ടിലാണ് ഒരു വിസ അടിച്ചിട്ട് വരാം. അപ്പം എൻ്റെ വിസ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ വിസ എത്താത്തത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മയും കൂടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയി വീണ്ടും മാതാവിനോട് ഇങ്ങനെ പറയണം, നീ എന്തിനിങ്ങനെ പരീക്ഷിക്കണേ, കുറേ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാനും പപ്പയും അടുക്കാനുണ്ടായൊരു കുറേ സാഹചര്യങ്ങളായിരുന്നു ആ ഹൈദരാബാദ് എന്നുള്ളൊരു ട്രിപ്പ്. ഞാൻ പപ്പയും കൂടുതൽ അടുത്തതും പപ്പയുടെ കാര്യങ്ങൾ അറിഞ്ഞതും പപ്പ ഇത്രത്തോളം കഷ്ടപ്പാടിൽ പോയിട്ടുള്ളൊരു മനുഷ്യനാണെന്നറിഞ്ഞതും ഞാൻ ആ സമയങ്ങളിലായിരുന്നു. അങ്ങനെ ഹൈദരാബാദ് എത്തി, എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഞാൻ US പോവാണ്. അതുവരെ എൻ്റെ പപ്പേനെ കുത്തുവാക്കുകൾ പറഞ്ഞ എല്ലാവരും ആഹാ മോൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോ. കാരണം താഴ്ത്തി നടക്കായിരുന്നു എൻ്റെ പപ്പ. എല്ലാവരുടെ ഫ്രണ്ടിലും എല്ലാവരും ചോദിച്ചു നിനക്ക് പ്രാന്തുണ്ടോ മോളെ ഇങ്ങനത്തെ വട്ടിനൊക്കെ സമ്മതിച്ച് വിടാൻ. പക്ഷേ പപ്പ പറഞ്ഞു അത് അവളുടെ സ്വപ്നമാണ്, അവൾ പോട്ടെ, അവൾ വളരട്ടെ, എന്നെക്കാളും വലിയ നിലയിലെത്തണം എൻ്റെ മക്കൾ എന്നുള്ളൊരു ഒറ്റൊരു വാക്ക് എൻ്റെ അപ്പൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. അത് എനിക്കറിയില്ല, എൻ്റെ അപ്പൻ അത്രയും സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ US ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കണത്. എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ചേട്ടനാണ്, എനിക്ക് 8 വയസ്സ് കൂടുതലായിട്ട് എന്നെക്കാളും 8 വയസ്സ് മൂത്തതാണ്. അപ്പം ഞാനും ചേട്ടനും അത്രയും കണക്റ്റഡ് അല്ല. പക്ഷേ US ശേഷം ഞാനും ചേട്ടനും ഭയങ്കര ക്ലോസായി. ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ ചേട്ടനോട് പറയും, എന്തുണ്ടെങ്കിലും. ഇപ്പോൾ ആദ്യം ഞാനും ചേട്ടനും സംസാരിക്കുന്നില്ല, ഇപ്പോൾ ചേട്ടനായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി. അതിന് മാതാവിന് വലിയൊരു കളിയുണ്ട്. കാരണം ഞാൻ എപ്പോൾ കൃപാസനത്തിൽ വന്നാലും ഞാൻ പറയും മാതാവേ, എല്ലാവരും ചേട്ടന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടനെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് വേണം. ഞാൻ US അതുകൊണ്ട് എത്തിയതിന് ശേഷം ചേട്ടനായിട്ട് ഭയങ്കര ക്ലോസായി. ചേട്ടൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറി. അതുപോലെ തന്നെ ചേട്ടനും എൻ്റെ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. ദുബായിൽ പോയി, അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. വിഷമിച്ചിട്ടാണ് ചേട്ടൻ അവിടെ നിന്ന് തിരിച്ചു വന്നത്. അമ്മാതിരി കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടും ആൾക്കാർ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി, പപ്പേനും അമ്മേനെയും, നിൻ്റെ മോനൊരു ജോലിയില്ലേ, എന്തിനാ ഇവൻ വീട്ടിലിരിക്കണേ, ഇവനെന്തേ ഇത്രയും പ്രായമായില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ധാരാളം ഷിപ്പിംഗ് കമ്പനിയിൽ പുള്ളി അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ആൾക്കൊരു ഇൻ്റർവ്യൂ പാസ്സായി. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ ആൾക്ക് ജോലി കിട്ടി. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ഇപ്പം എൻ്റെ പപ്പ ഭയങ്കര പ്രൗഡാണ് ചേട്ടൻ്റെ കാര്യത്തിൽ. കാരണം എൻ്റെ അമ്മയും ഞാനും ഉടമ്പടി എടുത്തൊരു സംഭവമാണ് ചേട്ടൻ്റെ കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ പ്രൗഡാണ്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത്. അതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് കുറേ അടുത്തു.
എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അടുത്തു. ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. ഇപ്പം US പോലും അറിയാം നമുക്ക് ഓഫ് ക്യാമ്പസ് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഓൺ ക്യാമ്പസിൽ നമുക്ക് ജോലി ചെയ്താലാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഫസ്റ്റ് സെം എനിക്ക് ജോലി കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പള്ളിക്ക് പോയി. ഇപ്പം ഞാൻ അവിടുത്തെ പള്ളി കൊയറിൽ കയറി. ക്യാമ്പസ് മിനിസ്ട്രി എന്ന് വെച്ചാൽ പള്ളി കൂട്ടായ്മയാണത്, അതിലെനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ കയറിയിരിക്കണത് കെമിസ്ട്രി ലാബിൽ. ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടാത്തൊരു സംഭവമാണ്, അതെനിക്ക് കിട്ടി. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിലും എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിലും എൻ്റെ അമ്മ പപ്പ എല്ലാവരുടെ ജീവിതത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട്. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതിലുപരി ഞാൻ ധാരാളം കാരുണ്യ പ്രവർത്തികളും ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലായിരുന്ന സമയത്താണെങ്കിൽ ഞാൻ വൃദ്ധസദനത്തിൽ പോവും. എനിക്ക് അവിടുത്തെ അമ്മമാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഓർമ്മയില്ല അവരെന്താ പറയണത്, കുട്ടികളെപ്പോലെയാണ്. അപ്പം ഞാൻ അവരോട് എപ്പോഴും സംസാരിച്ചിരിക്കും. അതുപോലെ തന്നെ ഇപ്പം US വന്നതിന് ശേഷമാണെങ്കിൽ പോലും അവിടെയുള്ളവർക്ക് പൈസ കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവർക്കൊരു കൂട്ടാണ് ആവശ്യം. അവരോട് ഇങ്ങനെ കുറേ സംസാരിക്കണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഞാൻ കുർബാനൊക്കെ കഴിയുമ്പോൾ ഇവരുടെ കൂടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അവർക്കും അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്, എനിക്കും അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇത്രയും കാരുണ്യ പ്രവർത്തികളാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടാവും, അതെല്ലാം നമ്മളെ മിനുക്കിയെടുക്കാനാണ്, അല്ലാതെ നമ്മൾ ദൈവം കൈവിടുന്നതല്ല. അതാദ്യം മനസ്സിലാക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പവർ തന്നത് കൊന്തയും കാശുരൂപവും പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കൈവിട്ടിട്ടില്ല. ഈ 3 സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മാതാവിൻ്റെ കാശുരൂപം. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടാവും. ഇതിപ്പോൾ എവിടെയാണെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും എൻ്റെ കൂടെ കാശുരൂപം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ചെയ്തെന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജാസ്മിൻ ജോസഫ്. ഇത് എൻ്റെ അമ്മ ഗ്രേസി ജോസഫ്. ഞങ്ങൾ പാലാരൂപത രാമപുരം ഇടവകയിൽ നിന്നും വരുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങളെ ഇവിടെ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2022 മുതൽ ചെയ്തു വന്ന നന്മകളെക്കുറിച്ച് ഏറ്റു പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരു ഡിഗ്രി പഠിക്കുന്ന കാലം തൊട്ട് ഏകദേശം 2016 മുതൽ എനിക്കെൻ്റെ പീരിയഡ്സിൻ്റെ സമയത്ത് അതിശക്തമായിട്ടുള്ള വേദനയും എനിക്ക് അതിനുശേഷം വല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു. പതിയെ അത് എല്ലാ ദിവസങ്ങളിലേക്കും അത് മാറ്റപ്പെടുകയും എനിക്ക് പഠിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഹയർ സ്റ്റഡീസും കാര്യങ്ങളിലേക്കൊക്കെ പോയി. ആ സമയത്തും ഇതേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായി. ഇതിനിടയ്ക്കാണ് യൂട്യൂബിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള കൃപാസനം പള്ളീനെ പറ്റി അറിയുകയും കൂടുതൽ അവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ഒരു കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചത്, എനിക്ക് PhD ചെയ്യണം, അതിൻ്റെ ഒപ്പം എനിക്കൊരു JRF വാങ്ങി നിൽക്കണം എന്ന്. അപ്പോൾ എൻ്റെ ഈ അസുഖത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഈ കൃപാസനത്തിൽ ഓരോ വ്യക്തികളും പറഞ്ഞു വന്ന സാക്ഷ്യങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഈ വേദനയൊക്കെ വീഴുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് എനിക്കൊരു ധൈര്യമായിരുന്നു. നമ്മളെ സഹായിക്കാനായിട്ട് സ്വർഗത്തിലൊരു അമ്മയുണ്ട്, ആ അമ്മ എന്നെ സഹായിക്കുമെന്ന്. അപ്പം ഞാൻ ആ അമ്മയുടെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയും സാക്ഷ്യവും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് എപ്പോഴും കൊന്തയൊക്കെ ചൊല്ലുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിലൂടെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പോലും എനിക്ക് ഓൾ ഇന്ത്യയിൽ 59ാമത്തെ റാങ്കോടുകൂടി നെറ്റും JRFും പാസ്സാകാനായിട്ട് എനിക്ക് പറ്റി.
ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥലമായിട്ടുള്ള IIT ഗാന്ധിനഗറിൽ എനിക്ക് PhDക്ക് അഡ്മിഷൻ ലഭിച്ചു. പക്ഷെ എനിക്ക് അവിടെ ചെന്നതിന് ശേഷം വീണ്ടും ശക്തമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ഞാൻ പ്രയാസപ്പെട്ടു. അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, കൃപാസനത്തിന് നമുക്കൊരു ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മൾ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അവർ പറയും ഒന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ മമ്മി ഒരു കൃപാസനത്തിൽ വന്ന് ഒരു ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഇവളുടെ എന്ത് അവസ്ഥയാണെങ്കിലും പരിശുദ്ധി അമ്മേ അത് എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയാണ് വന്നത്. ഞാൻ കേരളത്തിന് പുറത്തായതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അങ്ങനെ 2022 ജൂലൈയിൽ 7-ാം തീയതി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 2023 ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ അസുഖത്തെ പറ്റിയുള്ളൊരു തീർച്ചയായിട്ടുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതായത് എനിക്ക് എൻഡോമെട്രിയോസിസ് വളരെ ശക്തമായിട്ട് കൂടി എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് അബ്ഡോമിനിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് എൻ്റെ 2 ഓവറിയിലും ബൈലാറ്ററലായിട്ട് വലിയൊരു സിസ്റ്റ് 2 ഓവറിയിലും വളർന്നു നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പം ഫെബ്രുവരിയിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തു. 15-ാം തീയതിയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എൻഡോമെട്രിയൽ സിസ്റ്റിന് അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയൽ സെൽസിന് ശരീരത്തിൻ്റെ അബ്ഡോമിൻ്റെ പല ഭാഗങ്ങളിലേക്കും വളർന്ന് അതൊരു സ്റ്റിക്കി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റിക്നെസ് ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളും മുറിച്ച് കളയേണ്ടി വരും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പല ഭാഗങ്ങൾ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം, എൻ്റെ ഓവറിയും ഫലോപ്പിയൻ ട്യൂബും 2ഉം എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്നും കൺസെൻറ്റ് എഴുതി വാങ്ങിയാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത്. 24-26 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവറിയും ഫലോപ്പിയൻ ട്യൂബും ഒന്നുമില്ലാതെ അവളെ കൊണ്ട് എന്തൊരവസ്ഥയായിരിക്കും. എൻ്റെ മമ്മി ആ ഒരു സമയത്ത് ഇതറിഞ്ഞപ്പോൾ തൊട്ട് അതിന് മുന്നേയും ഞാൻ വന്നത് നമ്മുടെ നേർച്ചയും ഉടമ്പടി വസ്തുക്കളും ഒക്കെ എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിക്കുക. എപ്പോഴും കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാശ് രൂപം വെച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴും കയ്യിൽ ഈ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് ഡോക്ടർ ഇത് എടുത്തു കളയണമെന്ന് പറഞ്ഞു. പക്ഷേ 8 മണിക്കൂറിലെ ഓപ്പറേഷന് ശേഷം പരിശുദ്ധമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥതയാൽ സംഭവിച്ചത് ഓവറിയോ ഫലോപ്പിയൻ ട്യൂബോ ഒന്നും എടുത്തു കളയാതെ എന്നെ പൂർണ്ണമായിട്ടും എങ്ങനെയോ അത് എടുത്തു കളയാനായിട്ട് ഡോക്ടറിന് പറ്റി. ഡോക്ടർ വന്നിട്ട് പറയുന്നത്, ഒരുപാട് ഡോക്ടർമാരുടെ അകമ്പടിയോടുകൂടെയാണ് ഓപ്പറേഷൻ നടക്കുന്നത്, ഇതൊരു വലിയൊരു അത്ഭുതമായിരിക്കുന്നു. ഇതിനു മുൻപുള്ള ഇത്രയും സീരിയസ് അല്ലാത്ത കേസിൽ പോലും അത് എടുത്തു കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവളുടെ എന്തോ കേസിൽ അത് എടുത്തു കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇവളുടെ ഓവറിക്കും ഫലോപ്പിയൻ ട്യൂബിനും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഇവൾക്ക് അമ്മയാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ വിശ്വാസമൊക്കെ ക്ഷയിച്ചു പോയി. ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഓപ്പറേഷൻ തിയേറ്ററിൽ ആയിരിക്കുന്ന സമയത്ത് നിൻ്റെ ഓവറിയോ ഫലോപ്പിയൻ ട്യൂബോ ഒന്നും തൊട്ടിട്ടില്ല. പക്ഷെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാ പരിശുദ്ധി അമ്മേനെ. ആ അമ്മ നിൻ്റെ ഉദരത്തിലേക്ക് എന്തോ ഒരു തവിട്ട് കളറൊരു ദ്രാവകം ഒഴിച്ച് നിന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സൗഖ്യപ്പെടുത്തിയിട്ടെന്താ? ഇപ്പം ഡോക്ടർ വന്ന് പറയുന്നത് കേട്ടില്ല, അമ്മയാവാൻ കഴിയില്ല. അവർ പറയുന്നത് ഇത്രയും പ്രായം ഇതിൻ്റെ ഒപ്പം തന്നെ ഈ സിസ്റ്റിൻ്റെ ഒപ്പം തന്നെ കുറേയും ഓവം റിമൂവ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു ടൈമിൽ മമ്മീനോട് പറഞ്ഞു, ഇത് സുഖപ്പെടുത്താനായിട്ട് എൻ്റെ അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇനി നിനക്കൊരു കുഞ്ഞിനെ തരാനാണ് അമ്മയ്ക്ക് പ്രയാസം. അങ്ങനെ അമ്മയുടെ ആ വാക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം എനിക്കൊരു വളരെ അവിശ്വാസപരമായിട്ടൊരു ഇതിലായിരുന്നു നിന്നിരുന്നത്. കാരണം ഞാൻ ഇതിനു മുന്നേ കുട്ടികളുടെയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളതിൻ്റെ ഒക്കെ ഇതിൽ ഞാൻ അങ്ങനെ നിന്നു. അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞു,
ഒരു 5 മാസം അല്ലെ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കുകയും നിങ്ങൾ ഗർഭിണിയാവുകയും ചെയ്താൽ മാത്രമേ ഒരു നോർമൽ രീതിയിൽ ഒരു കൺസീവ് ആകാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ കാര്യത്തിലുള്ളൂ. അപ്പം ഇതൊക്കെ ഒരു ചെറിയ ഷോർട്ട് സമയത്ത് നടത്തുക എന്ന് പറയുന്നത് വളരെ വളരെ അവിശ്വസനീയമായൊരു കാര്യമാണ്. അതും പിന്നീട് ഞാൻ കുറച്ചും കൂടെ മമ്മിയുടെ സപ്പോർട്ട് കൊണ്ടും മമ്മി ദിനം പ്രതി സർജറി കഴിഞ്ഞ് കിടക്കുമ്പോഴെല്ലാം ഈ ഉടമ്പടിയുടെ തൈലവും കാശുരൂപവും ഉപ്പും ഒക്കെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടും മമ്മിയുടെ വിശ്വാസത്തിൽ കൂടെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ഒന്നുകൂടി അടുക്കാനും കൂട്ടുകൂടാനും ഒക്കെ എനിക്കും പറ്റി. ആ ഒരു ടൈമിൽ ഞാൻ ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ മമ്മിയും എൻ്റെ വീട്ടുകാരും ഒക്കെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ടൈമിൽ നമ്മളിതൊക്കെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പല ആലോചനകളെയും നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത്. അങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, എന്നെ അതിലും തളരാതെ കൂട്ടു നിർത്തുന്ന ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് മാതാവ് തന്നെ തിരഞ്ഞെടുത്ത് തന്നു. മമ്മി പ്രാർത്ഥിച്ചത് 2023 ഫെബ്രുവരിയിലാണ് ഓപ്പറേഷൻ നടന്നത്. മമ്മി പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: മാതാവേ, സെപ്റ്റംബർ 9, 2023 മുന്നേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി തരണേന്ന്. സെപ്റ്റംബർ 9, 2023 എന്ന് പറയുന്നത് എൻ്റെ ഒത്തുകല്യാണത്തിൻ്റെ ദിവസമായിരുന്നു. 2023 സെപ്റ്റംബർ 16 കെട്ട് കല്യാണവും. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത കൊണ്ടൊന്നു മാത്രമാണ് അത് നടന്നത്. അതിനുശേഷം ഇപ്പം ഇതാണ് എൻ്റെ കുഞ്ഞ്. അന്ന് ഡോക്ടർമാർ എനിക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല, എൻ്റെ AMH വാല്യൂ ഒക്കെ കുറവാണെന്ന് പറഞ്ഞിട്ടും മാതാവ് തന്ന എൻ്റെ മിറാക്കിൾ ബേബിയാണ്. എൻ്റെ ഓപ്പറേഷൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നവർ ചോദിച്ചത് IVF ആണോ എന്നാണ് ചോദിച്ചത്. എൻ്റെ പ്രഗ്നൻസിക്കുള്ള ND സ്കാനൊക്കെ എടുത്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഷീ ഈസ് എ മിറാക്കിൾ ബേബി. IVF ഒന്നും കൂടാതെ നാച്ചുറലായിട്ട് എൻ്റെ ദൈവം എനിക്ക് തന്ന, എൻ്റെ മാതാവ് എനിക്ക് തന്ന എൻ്റെ പൊന്നു കുഞ്ഞാണ്. എൻ്റെ മമ്മി കാരുണ്യപ്രവർത്തനം പല വീടുകളായിട്ട് കയറി ഇറങ്ങുകയും രോഗികളെ സന്ദർശിക്കുകയും ഓട്ടോറിക്ഷകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പത്രം വിതരണം നടത്തുകയും രോഗികളെ സന്ദർശിക്കുകയും എല്ലാ കാര്യങ്ങളും മമ്മി ഇതിൻ്റെ ഭാഗമായിട്ട്, കാരുണ്യപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൊടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഇന്ന് എൻ്റെ മമ്മി 6 തവണ ഉടമ്പടി പുതുക്കുകയും ഇന്നാണ് എനിക്കിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായത്. ഞാനിന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്ന, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, ഹസ്ബൻഡും ഞങ്ങൾ കുടുംബം മൊത്തം ഇന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി.